തലസ്ഥാനത്തെ 12 സ്മാർട്ട് റോഡുകൾ ഇന്ന് ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ആ ചാണ്ടിച്ചൻ്റെ കല്ല് കഥ വന്നോ? എവിടെ എന്ത് പദ്ധതി ഉദ്ഘാടനത്തിന് തയ്യാറായാലും ഞങ്ങളുടെ പുണ്യാളച്ചൻ്റെ കല്ലുണ്ട്, ഇവിടെ ഞങ്ങളുടെ പുണ്യാളച്ചനാണിത് കല്ലിട്ടത് എന്നുള്ള ഒരു പതിവ് ആരോപണം വന്നു കഴിഞ്ഞോ? അത് വരാൻ എന്തേ വൈകുന്നു എന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു. കാര്യം കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം, ഒന്നും രണ്ടും അല്ല 10 വർഷം തുടർച്ചയായിട്ട് ഭരിക്കുന്ന സർക്കാർ ആ 10 വർഷം കൊണ്ട് പണം കണ്ടെത്തി നിർമ്മാണം പൂർത്തീകരിക്കുന്ന പല പദ്ധതികളിലും കല്ല് ഞങ്ങളുടെ പുണ്യാളച്ചൻ്റേതാണ്. പുണ്യാളച്ചൻ കല്ലുകൊണ്ട് നാട്ടിൽ തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തലസ്ഥാന നഗരത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന 12 റോഡുകളാണ്. എല്ലാവരും കൂടെ നിന്നു. ഈ 12 സ്മാർട്ട് റോഡുകൾ, അതുപോലെ തന്നെ ഇതിന് അനുബന്ധ 24 റോഡുകൾ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള കേരള റോഡ് ഫണ്ട് ബോർഡ് നിർമ്മിച്ച റോഡുകൾ നിർമ്മാണത്തിന് കൂടെ നിന്നവരാണ്. മൊത്തം 28 PWD റോഡുകളിൽ 12 എണ്ണം പുതുക്കി പണിതു. അതും ലോകോത്തര നിലവാരത്തിൽ. ദൃശ്യങ്ങൾ കണ്ടാൽ കണ്ണ് മഞ്ഞളിച്ചു പോകും. അത് വിഴിഞ്ഞം പദ്ധതി പോലെ തന്നെ അവിടുത്തെ കാഴ്ചകളെല്ലാം വിസ്മയിപ്പിക്കുന്നതാണ്. അതുപോലെയാണ് തലസ്ഥാനത്തെ മാനവീയം വീതിയും കലാഭവൻ മണി റോഡും വഴുതക്കാട് റോഡും തൈക്കാട് റോഡും ഉൾപ്പെടെയുള്ള നഗരപ്രദക്ഷിണം നടത്തുന്ന മുഴുവൻ റോഡുകളും കണ്ടാൽ കണ്ണ് മഞ്ഞളിച്ചു പോകും. യാത്ര ചെയ്യുന്നത് ഏതോ വിദേശ ലോകത്തു കൂടിയാണെന്ന് തോന്നും. അങ്ങനെയുള്ള റോഡിൻ്റെ ഉദ്ഘാടനം വരുമ്പോഴും സ്വാഭാവികമായിട്ടും ഈ നാട്ടിലെ ക്രെഡിറ്റ് ടീംസ് ഉണ്ടല്ലോ, ഒന്നും ചെയ്തില്ലെങ്കിൽ എന്ത്, എവിടെയെങ്കിലുമൊക്കെ കല്ല് കൊണ്ടുവന്ന് കുഴിച്ചു വച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചാണ്ടിച്ചൻ്റെ ഫോട്ടോ ഒട്ടിച്ച കല്ല് ഇഷ്ടം പോലെ സ്റ്റോക്കും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഫോട്ടോ ഒട്ടിച്ച കല്ലുകൾ കോൺഗ്രസ്സുകാരിൽ ഇഷ്ടം പോലെ സ്റ്റോക്കുള്ളത് കൊണ്ട് തന്നെ ആ കല്ലും പൊക്കി പിടിച്ചു കൊണ്ടുവന്ന് ഞങ്ങളുടെ കല്ല് ഇത് പുണ്യാളൻ്റെ സ്വപ്നമാണ് എന്നുള്ള പതിവ് ഡയലോഗുകൾ ഉടനടി വരുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും അത്തരം അവകാശവാദങ്ങൾക്കല്ല, യാഥാർത്ഥ്യമാക്കി കാട്ടിക്കൊടുക്കുകയാണ്. സ്വപ്നങ്ങളെ തീരമണിയിക്കുകയാണ്. പറഞ്ഞ വാക്കുകൾ, കൊടുത്ത പ്രഖ്യാപനങ്ങൾ അത് പൂർത്തീകരിച്ച് കാണിക്കുകയാണ്. 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ഉദ്ഘാടന പരിപാടികളെല്ലാം ബഹിഷ്കരിച്ചതിന് ശേഷം കല്ല് കഥകളുമായിട്ട് നടക്കുന്നവർ യാത്ര ചെയ്തിട്ട് മനസ്സിലാക്കുക, വ്യക്തിഹത്യ നടത്തിയവർ, ആക്ഷേപിച്ചവരെല്ലാം മന്ത്രി PA മുഹമ്മദ് റിയാസിൻ്റെ കഴിവും പ്രാപ്തിയും കാര്യശേഷിയും എന്താണെന്ന് അതുവഴി സഞ്ചരിക്കുമ്പോൾ ഒന്ന് മനസ്സിലൂടെ ചിന്തിച്ചാൽ മതി. ഇതിലൂടെ യാത്ര ചെയ്യുന്ന ജനങ്ങൾ നാളെ പുണ്യാളച്ചൻ്റെ കല്ല് കണ്ടിട്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് ഒരു നമോഭാഗമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഇന്നലകളിൽ ആക്ഷേപിച്ച മാപ്രകൾ, അവർക്ക് ആക്ഷേപിച്ച അതേ തീവ്രത അതിനെ സംബന്ധിച്ചുള്ള പുതിയ കാഴ്ചകൾക്ക് നൽകാൻ മടിയുണ്ടെങ്കിലും ജനം തനിയെ ഇത് കണ്ടോളും, ജനം തനിയെ ചിന്തിച്ചോളും. ഇനി വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രോജക്റ്റാണെന്നുള്ളൊരു കള്ളക്കഥയും കൂടി ഇതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് തിരികെ കയറ്റാം. എന്തായാലും നാടിനു വേണ്ടി ഇച്ഛാശക്തിയോടുകൂടി എങ്ങനെയാണ് ഒരു സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും മന്ത്രിമാരെല്ലാം അവർ ഏറ്റെടുക്കുന്ന വകുപ്പുകളിൽ ഓരോ പദ്ധതികൾ എത്ര വൃത്തിയായും ഭംഗിയായുമാണ് ജനങ്ങൾക്ക് വേണ്ടി നിർമ്മാണം പൂർത്തീകരിച്ച് കൊടുക്കുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യമായി മാറുകയാണ് തലസ്ഥാനത്തെ സ്മാർട്ട് റോഡുകളെന്ന് പറയേണ്ടി വരികയാണ്. ഒരു ചാണ്ടിച്ചൻ കല്ലിൻ്റെ അവകാശവാദം കൂടി വന്നു കഴിഞ്ഞാൽ ഉദ്ഘാടനത്തിന് മുമ്പുള്ള ആ പതിവ് കലാപരിപാടികളെല്ലാം പൂർത്തീകരിക്കും.